ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് അഡ്മിഷൻ, റെഗുലർ പോളിടെക്നിക് അഡ്മിഷൻ 3 വർഷത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോളി അഡ്മിഷൻ ORG.in ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് 2024-25 അധ്യയന വർഷത്തെ പോളിടെക്നിക് കോളേജ് പ്രവേശനത്തിലേക്ക് സ്വാഗതമെന്ന് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഡിപ്ലോമ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സുകൾ, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ്സുകളാണ്, എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫസ്റ്റ് പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം അല്ലേ. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതലായിരുന്നു, 22/5/2024 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് 11/6/2024 വരെ ചെയ്യാൻ പറ്റും. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്തിടാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ദിവസവും കൂടെ 12/6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരാം. അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതിനുശേഷം ഓൺലൈൻ സബ്മിഷൻ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു 11/6/2024 ഇപ്പോൾ നിങ്ങൾ 11-ാം തീയതിയാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോകുന്ന അറിയുന്നത്. നിങ്ങൾ കാണുന്നത് അപ്പോഴാണെന്ന് വിചാരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത് അപ്പോഴാണെന്ന് വിചാരിക്കുക. അഡ്മിഷൻ്റെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോഴാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു സൈഡിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ ഓൺലൈൻ ലാസ്റ്റ് ടൈം ഈ രജിസ്ട്രേഷൻ അങ്ങ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ശേഷം പിന്നെ ഒരു ദിവസം കൂടെ നമുക്ക് ഓൺലൈൻ സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, അത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയച്ചവരുടെ എല്ലാം കൂടെ തയ്യാറാക്കിയിട്ട് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻഡെക്സ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന കോളേജിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സുകൾക്കാണ് ഇപ്പം കുറച്ചുകൂടെ താല്പര്യം, ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ കറക്ഷൻ വരുത്താം, ആപ്ലിക്കേഷനിൽ കറക്ഷൻ വരുത്താം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ കറക്ഷൻ ഓഫ് ആപ്ലിക്കേഷന് ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 24/6/2024 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫസ്റ്റ് ആയിട്ടുള്ള മെയിൻ അലോട്ട്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7/2024 അന്ന് അഡ്മിഷൻ കിട്ടിയവർക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം 5/7 വരെ ഉണ്ടായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10/7 അന്ന് കിട്ടിയവർക്കുള്ള ജോയിനിങ് ചെയ്യാനുള്ള ഡേറ്റ് 17/7/2024. പിന്നീട് അതിനുശേഷം ഈ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അഡ്മിഷന് ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും ഡിസ്ട്രിക്റ്റിൽ. ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യും? സ്പോട്ട് അഡ്മിഷൻ 22 മുതൽ 26 വരെയുള്ള തീയതികൾ നടത്തും. അന്ന് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പോകാനായിട്ട് കഴിയും. അതിൽ മെസ്സേജ് വരുന്നതായിരിക്കും. രണ്ടാമതായിട്ട് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. പിന്നീട് തേർഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡേറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് 31/7 മുതൽ 6/8 വരെയും, തേർഡ് 12/8 മുതൽ 16/8 വരെയാണ്. ലാസ്റ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15/9/2024 ഈ ഡേറ്റുകൾ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടും നോക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കിപ്പം നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞല്ലോ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 11/6 വരെയാണെന്ന് പറഞ്ഞല്ലേ. ഈ 11/6 വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത്, ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുള്ള ഇത് വായിച്ചു നോക്കുക. അപേക്ഷകൾ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളും നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. SSLCയിലാണ് കേട്ടോ, +2-ലല്ല.
ഇനി അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റെതായിരിക്കേണ്ടതും പ്രവേശന പ്രക്രിയ കഴിയുന്നത് വരെ നിലനിർത്തേണ്ടതുമാകുന്നു. നിങ്ങൾ ഇപ്പം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് അപേക്ഷക കഴിയുന്നത് വരെയും ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊന്നും അത് നഷ്ടപ്പെട്ടു പോകാനോ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ വണ്ടിയും രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈലിൻ്റെ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. അപ്രകാരം ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിൽ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വഴി ഫീസ് അടയ്ക്കുവാനോ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കുവാനോ സാധിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷകർ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതുമാണ്. ഫീസ് പേയ്മെൻറ്റുമായി സംബന്ധിച്ച് എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. ഓക്കെ. വണ്ടിയും രജിസ്ട്രേഷൻ, ഓൺലൈൻ അപേക്ഷാ സമർപ്പണം, പോളിടെക്നിക് പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ പോളിടെക്നിക് കോളേജുകളിലെയും ഹെൽപ്പ് ഡെസ്കുകൾ ലഭ്യമാക്കിയിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ അഡ്മിഷൻ പോർട്ടലിലെ കോൺടാക്ട് അസ് എന്ന ലിങ്കിൽ ലഭിക്കുന്നതാണ്. വണ്ടിയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ്, കേപ്പ്, IHRD, LBS പോളിടെക്നിക് കോളേജുകളിലേക്കും വിവിധ സ്വാശ്രയ പോളിടെക്നിക്കുകളിലേക്കും NCC ഓർ സ്പോർട്സ് കോട്ടകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. വണ്ടിയും രജിസ്ട്രേഷൻ പോളിടെക്നിക് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാകുന്നു. ഓക്കെ. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ വിവിധ പോളിടെക്നിക് കോളേജുകളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെലക്ട് എക്സാമിനേഷൻ. സോ നിങ്ങൾ SSLC ആണോ, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്താണ് THSLC ടെക്നിക്കൽ ആണോ, CBSE ആണോ, ICSE ആണോ, NIS ആണോ, അതർ ആണോ കൊടുക്കുക. സോ നിങ്ങളിപ്പോൾ SSLC ആണെങ്കിൽ SSLC കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇയർ ഓഫ് പാസിങ് ഇവിടെ നിങ്ങൾ ആ പാസ്സായിട്ടുള്ള ഇയർ നൽകുക. ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. സോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രോസ്പെക്ട്സ് കാണിച്ചു തരാം. സോ ഇവിടെ ഹോമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ ഫീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചെക്ക് റിട്രൈ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രജിസ്ട്രേഷൻ നമ്പരും മൊബൈൽ നമ്പരും അടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഓക്കെ. സോ പിന്നെ പേയ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അറിയാൻ പറ്റും. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് യൂസർ നെയിമും പാസ്വേഡും നൽകി നമുക്ക് പിന്നീട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കയറാനായിട്ട് പറ്റും. സോ ഞാൻ അതിൻ്റെ പ്രോസ്പെക്ട്സ് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തു നിന്നും പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന ഭാഗം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആദ്യം പറഞ്ഞ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇൻട്രഡക്ഷൻ 5-ാമത്തെ പേജാണ്. പ്രോഗ്രാംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സീറ്റ്സ് 6-ാമത്തെ പേജാണ്. ഈ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം ഡ്യൂറേഷൻ 7-ാമത്തെ പേജിൽ. അങ്ങനെ എല്ലാത്തെ പറ്റിയിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതിനെ പറ്റിയിട്ടാണോ അറിയേണ്ടത് അതിനെപ്പറ്റി ഇവിടെ നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രോസ്പെക്ട്സ്, രജിസ്ട്രേഷൻസ്, ഫീസ് ആൻഡ് ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാനൊന്ന് വായിച്ചു തരാം. ഈ ഒരു പ്രോസ്പെക്ട്സ് നമുക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് വൺ ടൈം രജിസ്ട്രേഷൻ ഇൻ ദ അഡ്മിഷൻ പോർട്ടൽ മാൻഡേറ്ററി ഫോർ അപ്ലൈയിങ് ടു എനി പ്രോഗ്രാം ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, IHRD, കേപ്പ്, സെൽഫ് ഫിനാൻസിങ് കോളേജ്. സോ ഇത് ഏത് കോളേജുകളിലേക്കാണോ നമുക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അതെങ്ങനെയാണ് എവിടെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു. സോ അതിനുശേഷം ഓരോ ക്യാൻഡിഡേറ്റും എന്ത് ചെയ്യണം, ആ ഒരു പ്രോസസ്സിൽ അഡ്മിഷൻ ഫീസായിട്ട് 200 രൂപ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ്
ട്രൈബ് അതായത് SC/ST കാൻഡിഡേറ്റ്സിന് 100 രൂപ മതിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫീസ് അടയ്ക്കണം. ആ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതില്ലാത്തവർ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ മൊബൈൽ നമ്പർ ഷാൾ ബി കൺസിഡേർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ ആൻഡ് ഷാൾ ബി എസെൻഷ്യൽ ഫോർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് OTP റിലേറ്റഡ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം, ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടേതായിരിക്കുക, അത് അവസാനം വരെ നിലനിർത്തുക. ഓക്കെ. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിളാണ്. കാൻഡിഡേറ്റ് ഷാൾ ലോഗിൻ യൂസിങ് ദ രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ ഓർ ദ രജിസ്ട്രേഷൻ നമ്പർ വിത്ത് ദ OTP. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മൾ മൊബൈൽ നമ്പരും അതുപോലെ OTPയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. പിന്നെ ഡിഫറൻറ്റ് ലിങ്ക് ആർ അവൈലബിൾ ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ്. അപ്പം നമുക്ക് വ്യത്യസ്ത അതായത് ഗവൺമെൻറ്, എയ്ഡഡ്, അതുപോലെ കോസ്റ്റ് ഷെയറിങ്, നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടുള്ള IHRD, കേപ്പ്, പിന്നെ ഗവൺമെൻറ് സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസിങ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ കാണിക്കുന്നുണ്ടാവും. പിന്നെ NCC കോട്ട സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് സ്പോട്ട് കോട്ടയിലേക്കുള്ളത്, പിന്നെ ആപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട, ഇതിലേക്കൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് ഷാൾ ബി സെലക്ട് അപ്രോപ്രിയേറ്റ് ലിങ്ക് ആൻഡ് സബ്മിറ്റ് ദെയർ ആപ്ലിക്കേഷൻ. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് നമ്മൾ അവിടേക്കൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പം ഗവൺമെൻറ് കൊടുത്തവർക്ക് തന്നെ ബാക്കിയുള്ളതിലേക്കും കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കേണ്ടതില്ല. പിന്നെ അതാണ് കോസ്റ്റ് ഷെയർ ചെയ്യേണ്ട IHRD, കേപ്പ് പോലെയുള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീസ് അടയ്ക്കുന്നതുണ്ട്. അവിടെ തന്നെ ഗവൺമെൻറ്റിൽ നിശ്ചിത സീറ്റുകളുണ്ട്. സോ എല്ലാത്തിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. NCC ഉള്ളവർക്ക് ആ ഒരു കോട്ടയിൽ അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. അതിന് സ്പോർട്സ് ഉള്ളവർക്ക് ആ കോട്ടയിലേക്ക്. അതിനൊക്കെ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എടുത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് ആ ഒരു അപ്രോപ്രിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓൺലി 1 ആപ്ലിക്കേഷൻ ഈച്ച് കാറ്റഗറീസ്. ഓക്കെ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രോസസ്സ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാൻഡിഡേറ്റ് ക്യാൻ വ്യൂ ആൾ ദ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഇൻ ഹെർ ലോഗിന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ടൊക്കെ കഴിയുന്നതായിരിക്കും. പിന്നെ കറക്ഷൻ ഇഫ് എനി ദ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ത്രൂ ഹെർ ലോഗിൻ അണ്ടർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്ന അവസാന ഡേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്തുള്ള കറക്ഷൻസൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ക്രമപ്പെടുത്തൽ മാറ്റണമെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ട്രേഡുകളിൽ ക്രമപ്പെടുത്തുക. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആദ്യം വെക്കുക. അതിനുശേഷം അതിന് താല്പര്യമുള്ള കോഴ്സുകൾ ആദ്യം വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വിഷയങ്ങൾ ഓരോന്നായിട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. എല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. സോ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഈ അനക്സസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഏതൊക്കെ കോളേജുകൾ എവിടെയൊക്കെ ഉണ്ട്, അതായത് പ്രോസ്പെക്ട്സ് ഇംഗ്ലീഷ്, ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ്, പ്രോഗ്രാം, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോഴ്സ്. സോ ഞാനത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ ലിസ്റ്റ് ഓഫ് കോഡ്, അതായത് സെൻട്രൽ പോളിടെക്നിക് കോളേജ് വെട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, അവിടെയുള്ള ഡിപ്ലോമ പ്രോഗ്രാംസുകൾ, ആ ബ്രാഞ്ച് കോഡ്. ഇപ്പോൾ ബ്രാഞ്ച് കോഡായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ബ്രാഞ്ച് കോഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം നമ്പർ ഓഫ് സീറ്റ്, ടോട്ടൽ സീറ്റ്, ഇതൊക്കെ കാണിച്ചിട്ട് ഓരോ കോളേജിൻ്റെയും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രോഗ്രാംസ് ആൻഡ് കോഡ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് മാത്രം. ഇത് നിങ്ങൾ നോക്കണം. ഓരോ പ്രോഗ്രാംസിലും ഏത് കോഡാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ സബ്മിഷൻ കൊടുക്കുക. ഓക്കെ.
പിന്നെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം വീഡിയോകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ലിസ്റ്റ് ഓഫ് കോണ്ടാക്ട് അസ് എന്നുള്ള ഈ നമ്പറിൻ്റെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഓരോ കോളേജിൻ്റെയും നമ്പേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസാണ്. വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന പേജ് ഉണ്ടായിരിക്കും. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന പേജിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ യൂസർ നെയിം, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് OTP അല്ലെങ്കിൽ പാസ്വേഡ് നൽകി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കി ഞാൻ നേരത്തെ വായിച്ചത് പ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.